ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിത്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 56 800120. ഇതാരെങ്ങനെ വൃത്തിയാക്കിട്ടെ? ആരെങ്ങനെ വൃത്തിയാക്കിട്ടെ? ഞാൻ ഇവിടെ കുറെ സാധനം എടുത്ത് വെച്ചിരുന്നേണല്ലോ. ഞാൻ ഈ കട്ടില് തന്നെ വെച്ചേ. പാറേ പാറേ വന്നാടാ. എടീ എന്താ ബുക്ക് എവിടെ? ഏത് ബുക്ക്? എന്റെ ബുക്ക്. എനിക്കാണ് അറിയാം. എടീ ഇവിടെ ഞാൻ ഇട്ടിരുന്ന എന്റെ ബുക്ക് എവിടെ? എനിക്കറിഞ്ഞൂടാ. കോളേജിൽ കൊടുക്കാനുള്ള അസൈൻമെന്റ് ഒക്കെ വേണ്ടി നോട്ട് ചെയ്ത് വെച്ച സാധനമാണ്. നീ കിട്ടിയില്ലെങ്കിൽ എന്റെ സ്വഭാവം പറഞ്ഞിട്ടാ. എനിക്കെന്തിനാ ചാണ്ട ബുക്ക്? നിനക്ക് ചില സമയത്ത് രസം ഉണ്ടല്ലോ, ബുക്ക് കൊണ്ടുപോയിട്ട് പ്ലെയിൻ ഉണ്ടാക്കി പറപ്പിക്കണത്. അതേപോലെ എടുത്തോണ്ട് പോയെന്നാണ് ചോദിച്ചത്. ബുക്ക് കൊണ്ട് എങ്ങനെയാ ഏട്ടാ പ്ലെയിൻ ഉണ്ടാക്കുന്നേ? നീ ചോദിച്ചതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി. നീ എന്റെ ബുക്ക് കണ്ടോ ഇല്ലേ? ഞാൻ ചാണ്ട ബുക്ക് കണ്ടില്ല. എന്നാലും എവിടെ പോകും? എന്താ എന്നെ പ്രശ്നം? കിടന്ന് ബഹളം വെക്കണം എന്തിനാ? ആ ചേട്ടന്റെ അസൈൻമെന്റ് എഴുതിയ ബുക്ക് കാണാനില്ലെന്ന്. കണ്ണു തുറന്ന് നോക്കണം, അവിടെ എവിടെയെങ്കിലും കാണും. ഞാൻ കണ്ണൂർന്ന് എവിടെ നോക്കാം? എന്താ ഇവിടെ ആയിരുന്നു ഞാൻ ബുക്ക് ഇട്ടിരുന്നത്. ഇപ്പൊ കണ്ണൂർ നോക്കുമ്പോ ഇവിടെ കാണാനുണ്ടോ? ശരിയാണല്ലോ, എന്റെ തുണിയും കാണാനില്ല. അല്ല, ഞാൻ എന്റെ കുറച്ച് തുണി ഇട്ടിട്ടുണ്ടായിരുന്നേ. പിന്നെ അമ്മൂമ്മ ഇവിടെ കയറി കിടക്കണേ. അമ്മൂമ്മ എന്താ ഇതെന്താ ഇവിടെ കിടക്കണേ? ഇവിടെ കിടക്കാൻ പറ്റൂലേ? അല്ല, നിനക്കെന്നെ അങ്ങ് കിടത്താനായിരുന്നല്ലോ ഭയങ്കര വെപ്രാളം. അല്ല, കിടക്കണ കൊണ്ട് കുഴപ്പമില്ല. സാധാരണ അപ്പുറത്തെ മുറിയിലാണല്ലോ കിടക്കാറ്, അതുകൊണ്ട് ചോദിച്ചതാ. അതെന്താ ഈ മുറി കിടക്കാൻ പറ്റത്തില്ലേ? പറ്റും, കിടന്നോ, ഒരു കുഴപ്പമില്ല. അല്ല, കുറച്ചു കഴിയുമ്പോ എന്നെ നീയൊക്കെ കൂടെ കൊണ്ടുവന്നാ പട്ടിക്കൂട്ടി കൊണ്ട് കിടത്തുമല്ലോ. അത് വേറെ വിട്. എന്തിനാ മൂമ്മ രാവിലെ തന്നെ പ്രശ്നം? അമ്മുമ്മേ, വഴക്കുണ്ടാക്കാനോ ബഹളം വെക്കാനോ വേണ്ടി ചോദിച്ചതല്ല. ഈ കട്ടിലിന്റെ മേളില് എന്റെ കുറച്ച് തുണിയും സാധനങ്ങളും പിന്നെ ഇവന്റെ എന്തൊക്കെയോ കിണാപ്പൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ബുക്ക്. ആ ബുക്ക് അത് വല്ലയിടത്ത് എങ്ങനെ എടുത്ത് വെച്ചോ, മാറ്റി വെച്ചോ? അത് ഞാൻ മാറ്റി വെച്ചു. മാറ്റി വെച്ചതല്ല, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ഈ മുറി അലങ്കോലക്കെട്ട് കിടക്കുന്ന കണ്ടോണ്ട് ഞാൻ എടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചു. ഞാൻ അപ്പൊ ഇത്രയും നേരം എന്നതാ ചോദിച്ചോണ്ടിരുന്ന? അമ്മൂമ്മ കേട്ടില്ലേ? എന്റെ ബുക്ക് എവിടെ, എന്റെ ബുക്ക് എവിടെ, എന്റെ ബുക്ക് എവിടെ ഞാൻ ചോദിച്ചാ? നീ എന്നോട് ചോദിച്ചില്ലല്ലോ. ഞാൻ ചോദിച്ചില്ലേ? അമ്മൂമ്മ ഇപ്പൊ പറ, ബുക്ക് എവിടെ? ആ അലമാരയുടെ മണ്ടയ്ക്ക് ഇരിക്കുന്നു. എവിടെ? ആ അലമാരയുടെ മണ്ടയ്ക്ക് ഇരിക്കുന്നു. അലമാരയുടെ മണ്ടയ്ക്ക് കയറ്റി വെച്ചേക്കണ? ചേട്ടാ എന്തിനാ എന്റെ ബുക്ക്? നിന്റെ ബുക്ക് ആയിരുന്നു. എനിക്കൊരു ആവശ്യം വന്നപ്പോ ഞാൻ കുറച്ച് നോട്ട് എഴുതാൻ വേണ്ടി ഞാൻ കടമെടുത്ത്. നീ ഇപ്പൊ പോയ പറയുക, ഞാൻ തിരിച്ചു തരാം നോട്ട് ആവശ്യം ചെയ്ത് കഴിഞ്ഞിട്ട് കേട്ടാ. അതൊക്കെ വിട്. അമ്മൂമ്മ എന്തിനാണ് ഈ ബുക്ക് തൊടാൻ പോയത്? ഞാനിത് കഷ്ടപ്പെട്ട് ഇതിനകത്ത് മൊത്തം എന്റെ അസൈൻമെന്റ് എഴുതി വെച്ചേക്കണല്ലേ? ഞാൻ എന്തിനാണ് ഈ സാധനം ഇട്ടിട്ട് പോയെന്ന് വിചാരിച്ച്? എന്തിനാ ഇട്ടിട്ട് പോയെന്ന് അറിയോ? ഞാനിത് വേറെ എവിടെയെങ്കിലും കൊണ്ടു വെച്ചാൽ ഞാൻ തന്നെ മറന്നു പോകും. അതുകൊണ്ടാണ് വളരെ അന്തസ്സായിട്ട് ഇതിന്റെ മുകളിൽ ഇട്ടിട്ട് പോയത്. എല്ലാ സാധനവും, സർട്ടിഫിക്കറ്റ് ആയാലും ബുക്കായാലും ഞാൻ ഒരു വിധത്തിൽ ഒരു അറേഞ്ച്മെന്റിലാണ് അവിടെ വെച്ചേക്കണത്. ഒരെണ്ണം അങ്ങോട്ടോ ഇങ്ങോട്ടോ മറിയാ പൊളിഞ്ഞ്. അല്ല, ഞാൻ അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. അമ്മൂമ്മ എപ്പോഴും പോയി കിടക്കണം അപ്പുറത്തെ റൂമിലല്ലേ? ഇപ്പൊ എന്തിനാണ് ഇങ്ങോട്ട് കയറി വന്ന് ഇവിടെ ഉള്ള സാധനം മൊത്തം നശിപ്പിച്ചിട്ട് ഇവിടെ കയറി കിടക്കണത്? கேசு அது பிரச்சனையே வேறடா. இன்னைக்கு காலங்கார்த்தால என்ன நடந்துச்சு தெரியுமா? அம்மா வந்து பிளேட்டை உடைச்சாங்க. அதுக்கு லெச்சு நல்லா திட்டினாங்க. அந்த கோவத்துல வந்து இங்க படுத்திருக்காங்க. ആ ദേശത്തിലാണല്ലേ ഈ മുറി കയറി വന്ന് ഇത്രയും അലങ്കോലപ്പണിയൊക്കെ കാണിച്ചത്. കൊള്ളാം. അയ്യോ എന്റെ ദൈവമേ, ഞാൻ അറിയാതെ ഈ മുറിയിലോട്ടൊന്ന് കേറിപ്പോയതാ. അറിയാതൊന്ന് അടുക്കി പറക്കി വെച്ച് പോയതാ. അയ്യോ, ഇനി മേലാൽ ആവർത്തിക്കത്തില്ലേ? അയ്യോ ദൈവമേ, ഇതിന്റെയൊക്കെ വായിരിക്കുന്ന കേൾക്കാനാന്നല്ലോ എന്റെ വിധി. എന്റെ ദൈവമേ. അമ്മൂമ്മക്ക് ദേഷ്യം വരുമ്പോ ഞങ്ങളെ പ്രാഗല്ലേ? പ്രാഗ് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒറ്റ ഒരെണ്ണം ഈ ജനത്തിൽ രക്ഷപ്പെടത്തില്ല. அம்மா காலங்கார்த்தால அந்த பாத்திரம் நீங்க உடைச்சதுக்கா இங்க வந்து கோவப்பட்டு படுக்கிறீங்க? ஷே, அதெல்லாம் விட்டுங்கம்மா. ഓഹോ, അപ്പൊ ഇപ്പോഴും നീ പറയുന്ന ഞാൻ ആ പാത്രം പൊട്ടിച്ചെന്ന്? നീ ആ പാത്രത്തെ പിടിക്കാതിരുന്നെങ്കിൽ ആ പാത്രം വീണ് പൊട്ടുമായിരുന്നോ? ഒരാൾ അടുക്കളയിൽ നിന്ന് വൃത്തിക്ക് പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്നു. അതേ പിടിച്ച് വലിച്ചേറ്റാ പിന്നെ താഴെ വീണ് പൊട്ടൂലേ? എന്തിനാ വിളിക്കാൻ പോയത്? ലച്ചു, ഓ എനിക്കെല്ലാം മനസ്സിലായി.
ഞാനിപ്പോ എന്തായാലും ചെയ്താ കുറ്റം, ചെയ്തില്ലെങ്കിൽ കുറ്റം, നിന്നാ കുറ്റം, ഇരുന്നാ കുറ്റം. ഇപ്പൊ നീ ഇങ്ങനൊക്കെ കാണിക്കുന്നേ പൊരുളൊക്കെ എനിക്ക് മനസ്സിലായി. പോരോട് മനസ്സിലായി എന്ത് പോരല അമ്മൂമ്മ, അമ്മൂമ്മക്ക് എന്തായാലും അമ്മൂമ്മ പ്രശ്നം. അമ്മൂമ്മ ചുമ്മാ ഇങ്ങനെ ചെറിയ പ്രശ്നത്തിലൊന്നും ഇങ്ങനെ വലിയ പ്രശ്നമാക്കി മാറ്റല്ലേ. സിമ്പിൾ മാറ്റർ. അമ്മൂമ്മ കിടന്ന് സൗണ്ട് എടുക്കണ നാട്ടുകാരെല്ലാം കേട്ടാ അവര് പറയും നമ്മൾ ഈ വീട്ടിലെ അമ്മൂമ്മക്ക് സ്വസ്ഥ സൗകര്യം തരണില്ലെന്ന്. അത് പറഞ്ഞില്ലെങ്കിൽ അമ്മൂമ്മ പറയിപ്പിക്കും. സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതൊരു മാതിരി അസുഖമാണ്. കുറച്ച് കഴിയുമ്പോ നോക്കിക്കോ, നാട് നീളെ മൊത്തം വിളിച്ചു പറഞ്ഞോണ്ട് നടക്കും. അയ്യോ കൊച്ചുമക്കള് ഭക്ഷണമൊന്നും തരുന്നില്ല, പച്ചവെള്ളം തരുന്നില്ല, പട്ടിണിക്കിട്ടേക്കുവാണേ നോക്കുന്നില്ല എന്നൊക്കെ. അമ്മൂമ്മയോട് പോണം. അമ്മൂമ്മ ചേച്ചി പറഞ്ഞോലെ വിളിച്ചു പറയാൻ പോയിരിക്കും. എന്തായി ഷോ എന്റെ പൊന്ന് ശിവ, അലമ്പെന്നൊക്കെ പറഞ്ഞ ടോപ്പ് റേഞ്ച് അലമ്പ്. പിന്നെ നീ ഇവിടെ ഇല്ലാത്ത നിന്റെ ഭാഗ്യം എന്ന് പറയാം.